കനത്ത മഴയിൽ കോട്ടയം ചുങ്കത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിൽ ചുങ്കം പാലത്തിനടുത്താണ് ഈ സംഭവം. ഒരു ഓട്ടോ മരത്തിനടിയിൽപ്പെട്ടു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, ഗുഡ് മോർണിംഗ്. മഴയാണ്, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മഴ ആസ്വദിക്കാനൊന്നും ഇപ്പോൾ ഈ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോഴേക്കും കനത്ത കാറ്റ് വീശും, മരങ്ങൾ വീഴുന്നു. അവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്തായാലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതൊരു ആശ്വാസമായി ഉള്ള വാർത്ത തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഹാഷ്മി സ്മിത. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കത്താണ്, അതായത് കോട്ടയം ചുങ്കത്താണ്. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അവിടെയാണ് ഒരു വലിയ മരം കടപുഴകി റോഡിലേക്ക് വീണിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ഓട്ടോ ഇതിനടിയിൽ പെട്ടിരുന്നു. ഇതിലേക്ക് കടന്നു ഒരു ഓട്ടോയുടെ മുകളിലേക്കാണ് ആ മരം വീണത്. പക്ഷേ ആർക്കും ഒന്നും പറ്റിയില്ല. അതിൻ്റെ അകത്തുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി അവിടെ നിന്ന് ആ വണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ച് മാറ്റുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, ആരായിരുന്നു വണ്ടിയിലുണ്ട്? നിങ്ങളുടെ ആരെങ്കിലും? എന്റെ മക്കളായിരുന്നു, എന്റെ പേര്. ഒരു പള്ളിയിൽ പോകാനായിട്ട് പോകുന്നു. ഞാൻ രാവിലെ എന്റെ വണ്ടിയെ പോയായിരുന്നു. പിള്ളേര് രണ്ടാമത് വണ്ടിക്ക് പോകുന്ന വണ്ടി അങ്ങോട്ട് ഞാൻ പോന്നു കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി അവർ പോന്നു കഴിഞ്ഞപ്പോൾ മരത്തിന്റെ ഇടയിലായി കറക്റ്റ് ഒരടിയിടം വന്നിരുന്ന വണ്ടിയുടെ അടിയിലോട്ട് പോയാന്. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് രക്ഷ. പലവട്ടം അധികാരികളോട് ഇവിടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു വെട്ടണമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ട് അവരെന്ത് ഇപ്പൊ അവർക്ക് പരിക്കൊന്നും പറ്റിയില്ല. ഒരു പള്ളിയിലോട്ട് പോയേക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വെട്ടണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വളരെയേറെ പ്രാവശ്യം വളരെ ആൾക്കാർ കൂടുതൽ ഒപ്പിട്ട് കൊടുത്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ള പല പ്രാവശ്യം ഞാൻ ഈ വണ്ടി അങ്ങോട്ട് കിടക്കുമ്പോൾ നോക്കിയാ പോണം. ഇതിങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. ഞാൻ ആ പച്ചി കിടക്കുമായിരുന്നു വണ്ടിയായിട്ട്. തീ കണ്ടു നോക്കുമായിരുന്നു. നോക്കുമ്പം വണ്ടി അന്നേരം ഓട്ടോ ഉള്ള കാര്യം അറിയുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരൻ പുള്ളി പറഞ്ഞു, ചേട്ടാ ഒരു വണ്ടി കിടപ്പുണ്ട്, ആർക്കൊന്നും പറ്റില്ല, അജിയുടെ മക്കളാന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി. ആഷ്മി, ഈ പുലർച്ചെ നടന്ന ഒരു സംഭവമാണ്. ഇവിടെ നിരവധി ആളുകൾ ആ സമയത്ത് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് ഈ ഒരു ഓട്ടോറിക്ഷ മാത്രമാണ് അതിനടിയിൽപ്പെട്ടത്. ഒരു വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ മരം വീണ് വൈദ്യുതി ലൈനിന്റെ മുകളിലേക്കാണ് വീണത്. അങ്ങനെ ഒരു പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി വൈദ്യുതി കമ്പികളും ഇവിടെയുണ്ട്. അതെല്ലാം തകർത്തുകൊണ്ടാണ് ഈ മരം താഴേക്ക് വീണിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉടൻ തന്നെ ഇവിടെ എത്തി ഇപ്പോൾ അത് വെട്ടിമാറ്റുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നാട്ടുകാരും ഒപ്പം ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് സമാനമായ രീതിയിൽ വലിയ തോതിലുള്ള ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മരങ്ങൾ വീഴുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സെക്കൻഡ് ടൈം മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്. ഈ ഒരു റോഡിന്റെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ മരം മുറിച്ചു മാറ്റി പോസ്റ്റും എടുത്തു മാറ്റി ആ വാഹനവും മാറ്റിയെങ്കിൽ മാത്രമേ ആ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ടോബി, അതുകൊണ്ട് തീരുന്നില്ല എന്ന് പറഞ്ഞാൽ ടോബി തന്നെ പറഞ്ഞതുപോലെ ഈ കാലവർഷത്തിന്റെ ആദ്യ സ്പെല്ലിൽ അതിശക്തമായ കാറ്റായിരുന്നു പെരുമഴയ്ക്കൊപ്പം. അന്ന് ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത് ഇത്തരത്തിൽ മരങ്ങൾ വീണ് തന്നെയായിരുന്നു. അന്നും ഇതുപോലെ പല ആളുകളും ഇത് അപകടാവസ്ഥയുള്ള മരമാണ്, മാറ്റണം എന്ന് മുന്നറിയിപ്പ് നൽകിയ മരങ്ങളൊക്കെ വീണ വാർത്ത ആദ്യം ഒരു 1.5 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടതാണ്. ഇപ്പോഴും ആ നാട്ടുകാർ പറയുന്നുണ്ട് ആ മരം വീഴുമെന്നുള്ള കാര്യവും ആ മരം അപകടാവസ്ഥയിലാണെന്ന് പല ആവർത്തി ശ്രദ്ധയിൽപ്പെട്ടതാണെന്ന് പറയുന്നു. ഇനിയെങ്കിലും ഇത്തരത്തിൽ കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന ആടിയാടി നിൽക്കുന്ന മരങ്ങളുണ്ടോ എന്നൊക്കെ ഒരു പരിശോധന അവിടെങ്കിലും ഉണ്ടാവുമോ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും? ടോബി, ഹാഷ്മി, തീർച്ചയായിട്ടും അത് ഉണ്ടാകണം. കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ മഴയ്ക്ക്, അതായത് 2 ആഴ്ച മുമ്പ് നടന്ന മഴയിൽ ഇതിന് തൊട്ടപ്പുറത്താണ് ഒരു മാവ് മറിഞ്ഞു വീണ് ഓട്ടോ സ്റ്റാൻഡിന്റെ സമീപത്തുണ്ടായിരുന്ന ഒരു മാവാണ് അത് മറിഞ്ഞു വീണ് നിരവധി ഓട്ടോകൾ തകർന്നത്. നമുക്ക് ആ വിവരം കൂടി ചോദിക്കാം. ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാണ് ചേട്ടാ. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഒരു അപകടം ഉണ്ടായത്. പാലത്തിന്റെ അക്കരയില് 2 ഓട്ടോയുടെ മേളിലാണ് വീണേ. അതെ അതെ അതെ, ശക്തമായ മഴയായിരുന്നു. വല്ലതും പറ്റിയോ ആർക്കെങ്കിലും? ഒന്നും അപകടമൊന്നുമില്ല. വണ്ടിക്ക് ചെറിയ ചെറിയ പരിക്കേ ഉള്ളായിരുന്നു. ഇതുപോലെ ഒരുപാട് മരങ്ങൾ ഇവിടെ നിപ്പുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരവും വെട്ടേണ്ടതാ. അതും വെട്ടിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. അതെ.
ആശ്മി, കഴിഞ്ഞ മഴയിൽ, അതായത് 2 ആഴ്ച മുമ്പ് ഉണ്ടായ മഴയിൽ തൊട്ടപ്പുറത്ത് നമ്മൾ ആ ദൃശ്യങ്ങൾ അന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഒരു ഓട്ടോ സ്റ്റാൻഡ് ആയിരുന്നു. അവിടെ ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഏകദേശം ഒരു 2 മണി സമയത്ത് ഒരു മാവ് കടപുഴകി നേരെ ആ ഓട്ടോ സ്റ്റാൻഡിന് മുകളിലേക്ക്, ഓട്ടോകളിലേക്ക് മുകളിലേക്ക് വീഴുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് ആശ്മി ദൃശ്യങ്ങൾ ഒന്നും കൂടി കാണിക്കാം. കാരണം ആ ഓട്ടോറിക്ഷ ആ മരത്തിനടിയിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ആ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ച് അതിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അത് പൂർണ്ണമായും വലിയൊരു മരമാണ്, വർഷങ്ങളായി ഇവിടെയുണ്ട്. ഈ മഴക്കാലത്ത് ആളുകൾ സ്ഥിരമായി ഈ മരം വെട്ടിമാറ്റണമെന്ന് പറയാറുണ്ട്. ചില്ലകളൊക്കെ പലപ്പോഴും ഒടിഞ്ഞു വീണിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും അത്ഭുതകരമായിട്ട് ആ 2 പേരും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു വലിയ ആശ്വാസമാണ്. പക്ഷേ ആ വാഹനം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു അല്പം പിന്നിലായിരുന്നെങ്കിൽ ആ പോസ്റ്റ് ആ വാഹനത്തിന് മുകളിൽ വീണുമായിരുന്നു. അത്രത്തോളം ഒരു ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു വൈദ്യുതി പോസ്റ്റാണ്, അത് തകർന്നു വീണിരിക്കുന്നു. വലിയ തീയും ഒക്കെ ഇവിടെ നിന്ന് ആ സമയത്ത് ഉണ്ടായി എന്നാണ് ഇവിടെ കണ്ടുകൊണ്ട് നിന്നവർ പറഞ്ഞത്. എന്തായാലും ഫയർഫോഴ്സ് കോട്ടയം യൂണിറ്റാണ്, അവരെത്തി മരം മുറിച്ച് എത്രയും വേഗം ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് റോഡാണ്. അതുകൊണ്ട് തന്നെ ആ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ ആംബുലൻസുകളടക്കം കടന്നു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം മരം മുറിച്ചു മാറ്റി ആ റോഡ് ക്ലിയർ ചെയ്യാനുള്ള നടപടികൾ അത്ഭുതമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ശക്തമായിട്ടുള്ള മഴയാണ് രാവിലെ മുതലുള്ളത്. ഇന്നലെ രാത്രിയിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വൻമരം തന്നെയാണ് ഈ അതിശക്തമായ മഴയിൽ വീണത്. അതിനടിയിൽ പെട്ടുപോയ ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലെ യാത്രക്കാർ സുരക്ഷിതരായി. രണ്ട് കുട്ടികളായിരുന്നു. ആ കുട്ടികളുടെ അച്ഛനാണ് സംസാരിച്ചത്. അതെ, എന്റെ മക്കളായിരുന്നു എന്ന് പറയുമ്പോൾ ആ ചേട്ടന്റെ മനസ്സിലൊരു വെള്ളടി വെട്ടുന്നുണ്ട്. നമുക്കത് ആ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്.